പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ എഴുതി വെച്ച ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പലവരും പറഞ്ഞതാണ്. എന്നാൽ ഈ കക്ഷികൾ പറയുന്ന പുത്തൻവാദം നമുക്കറിയാം. പിശാചിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഞാൻ എന്ന് കളവ് പറയാൻ കഴിയില്ല എന്ന് ഈ മൗലവിമാരടക്കമുള്ള കള്ളത്വരീഖത്തിന്റെ കക്ഷികൾ പറയുന്നതാണ്. എന്നാൽ അതിനെ ഇമാമുകളൊക്കെ ഗണ്ണിച്ചത് പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വൈലത്തൂരിൽ വന്ന് ബഹുമാനപ്പെട്ട യൂസുഫുൽ ജീലാനി തങ്ങളവരുള്ള ഉറൂസ് മുബാറക്കിൽ നമ്മുടെ ഉലമാ പ്രസംഗിച്ചിട്ടുണ്ട്. അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നൗഷാദ് പറയുന്ന ഒരു ഭാഗം, ആ ഭാഗം നമുക്കൊന്ന് കേട്ട് അതിൽ വീണ്ടും കളവ് പറയുകയാണ്. നമ്മുടെ ആലിമികൾ വളരെ കൃത്യമായിട്ട് എന്താണോ പറയുന്നത് അതിൻ്റെ നേരെ എതിര് പറയാനാണ് ഈ നൗഷാദി കാലം എത്രയും ശ്രമിക്കുന്നത്. എത്രമാത്രം ലജ്ജാവഹമാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് കേൾക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്, യാതൊരു സംശയവും ഇല്ല. ഞാൻ പറഞ്ഞ വാചകം ശരിക്കും ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ, ഏതോ ഒരുത്തനെ കണ്ടാൽ എന്നല്ല ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. ഒരിക്കലും പിശാചിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രൂപാന്തരപ്പെടാൻ കഴിയില്ല. പിശാചിന് പല രൂപാന്തരപ്പെടാൻ കഴിയും. പിശാചി എന്ന് പറഞ്ഞാൽ ജിന്ന്, കാനമിനൽ ജിന്നി എന്നല്ലേ ഇബ്ലീസിനെ കുറിച്ച് പറഞ്ഞത്. ജിന്ന് എന്ന് പറഞ്ഞ സാധനം തന്നെ അങ്ങനെയാണ്. അതിന് പല രൂപാന്തരപ്പെടാൻ കഴിയും. അത് ജിന്നിന്റെ ഒരു സ്വഭാവമാണ്. അപ്പോ ഇവിടെ അദ്ദേഹം ഒരു വിഷയം എടുത്തിടുകയാണ്. എന്താ പറയുന്നത്? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ, അയാൾ പറയും, നോക്കൂ നിങ്ങൾ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ തീർച്ചയായും ആ കണ്ടത് റസൂലിനെ തന്നെയാണ്. ഫുള്ള് കേൾക്കണം കേട്ടോ, അയാളത് എപ്പോഴും ഫുള്ള് കേൾക്കണം. കുതന്ത്രങ്ങൾ ഉണ്ടാകും അതിന്റെ പിന്നിൽ. എന്നിട്ട് അവിടെ അദ്ദേഹം ഒന്ന് എടുത്തു പറയുകയാണ്. എന്താ എടുത്തു പറയുന്നത്? റസൂലിനെ കണ്ടാൽ എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞത് ശരിക്ക് ശ്രദ്ധിക്കണം, റസൂലിനെ തന്നെ കാണണം കേട്ടോ എന്ന് അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്. എന്താ സംഭവം എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അപ്പോ വളരെ വ്യക്തമാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ശരിയായ വിശദീകരണങ്ങൾ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഉലമാ എന്നും പറയുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് വളരെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വെക്കുകയാണ്, റസൂലുള്ളാഹി തങ്ങളുടെ രൂപത്തിൽ കടന്നു വരാൻ ഒരു പിശാചിനും കഴിയില്ല. എന്നാൽ പിശാച് ഞാൻ റസൂലാണെന്ന് കളവ് പറഞ്ഞു വരാൻ കഴിയും പിശാചിന്. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഉസ്താദ് അവர்கள் പറഞ്ഞത്. എൻ്റെ വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റസൂലുള്ളാഹിനെ കണ്ടാൽ അത് റസൂലുള്ളാഹി തങ്ങൾ തന്നെയാണ്. എന്നാൽ റസൂലാണെന്ന് പറഞ്ഞുകൊണ്ട് പിശാച് ആരെങ്കിലും രൂപത്തിൽ വരും, അത് റസൂലാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല എന്ന് ഇമാമുകൾ വിശദീകരിച്ചു. നസീഹത്തുൽ ലബീബിൽ നാം എത്രയോ തവണ ആ ഇബാറത്ത് എടുത്ത് വായിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെയൊന്നും തൊടാൻ ഇതുവരെ നൗഷാദിന് സാധിച്ചിട്ടില്ല. കാരണം ഞാൻ നേരത്തെ പല ആവർത്തി അത് പറഞ്ഞതാണ്. എന്തിനാണ് ഈ മൗലവിമാരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവർക്കത് സ്ഥാപിച്ചു കിട്ടണം. എന്നിട്ട് നൗഷാദിന്റെ കോലത്തിൽ ശൈത്വാൻ വന്നിട്ട് ഞാൻ റസൂലാണെന്ന് പറയണം. അത് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കണം. എന്നാലേ ഈ കള്ളത്വരീഖത്തുകാരുടെ കള്ളത്വരീഖത്ത് വളർത്താൻ കഴിയൂ. ഇതാണ് ഇവരുടെ ലക്ഷ്യം. അതിനാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, ഇമാമുകൾ കിതാബിൽ എഴുതി വെച്ച ഒരു സത്യം പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ ഉലമാഇനെ ഇവർ പറയാൻ ഇനി ഏതെങ്കിലും ചീത്ത ബാക്കിയുണ്ടോ? നമ്മുടെ ഉലമാഇനെ കുറിച്ച് പ്രയോഗിക്കാൻ എന്തെങ്കിലും അശ്ലീലം ഇനി ബാക്കിയുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ആ തരത്തിൽ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ ചീത്ത വിളിക്കുന്നത് ഇവരുടെ ഈ ലക്ഷ്യത്തിന് അത് തടസ്സമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് മഹാന്മാരായ ഇമാമുകൾ ആ വിഷയത്തിൽ പറഞ്ഞു വെച്ചത് ഏത് നിലപാടാണോ അതാണ് നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപം പ്രാപിച്ചു വരാൻ പിശാചിന് കഴിയൂല. എന്നാൽ ശൈത്വാന് വന്നിട്ട് കളവ് പറയും, ഞാൻ റസൂലാണെന്ന് കളവ് പറയും, അത് ശൈത്വാന് കഴിയും, അതിന് തടസ്സവുമില്ല എന്ന് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഉലമാ പറഞ്ഞത്. എല്ലാ കിതാബും വായിക്കാം, 100 കണക്കിന് കിതാബുകൾ ഞങ്ങൾ ഹാജരാക്കാം.
അള്ളാന്റെ റസൂലാണെന്ന് അഡ്രസ് ചെയ്ത് വരുന്നത് പിശാചാവുകയില്ല. കാരണം ഹബീബായ തങ്ങൾ നൂറാണ്, പിശാചിന്നാർ. അത് ഞാൻ നൗഷാദിനെ വെല്ലുവിളിക്കാണ്. പിശാചിനെ ഞാൻ റസൂലുള്ളാഹിയാണ് എന്ന് കളവ് പറയാൻ കഴിയില്ല എന്ന് ഏതെങ്കിലും ഒരു കിതാബിൽ കാണിച്ചു തന്നാൽ ഞാൻ ഈ പണി ഇന്ന് നിർത്തും. ധൈര്യമുണ്ടോ നൗഷാദെ? ഒരു കിതാബിന്റെ ഈ ഭാഗത്ത് വായിച്ചാൽ മതി. എന്താ പറയേണ്ടത്? ഞാൻ റസൂലാണെന്ന് കളവ് പറഞ്ഞു വരാൻ ശൈത്വാന് കഴിയൂല എന്ന് ഏതെങ്കിലും ഒരു കിതാബിൽ കാണിച്ചു തരണം. അതിന് ധൈര്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ കോലത്തിൽ വന്നിട്ട് റസൂലാണെന്ന് പറയാൻ കഴിയില്ല, നല്ലതല്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കോലത്തിൽ വരാനേ പിശാചിന് കഴിയൂല. അതേ സമയത്ത് വേറെ ഏതെങ്കിലും ഒരാളുടെ രൂപത്തിൽ വന്ന് ഞാൻ റസൂലാണ് എന്ന് കളവ് പറയാൻ ശൈത്വാന് കഴിയൂല എന്നറിയിക്കുന്ന ഒരു ഇബാറത്ത് കൊണ്ടുവരാൻ നൗഷാദിനെ ഞാൻ വെല്ലുവിളിക്കാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, പിശാച് അങ്ങനെ വരും, അവൻ്റെ വഞ്ചനയിൽപ്പെട്ടതാണത് എന്ന് മഹാന്മാരായ ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം സംഹൂദി റളിയല്ലാഹു അൻഹു നസീഹത്തുൽ ലബീബിൽ പറഞ്ഞത് എത്രയോ തവണ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്താണത്? അക്കാലഘട്ടത്തിൽ ഒരാളുടെ വാദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കാണാറുണ്ടെന്ന് വാദിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ വാദം എന്തായിരുന്നു? സുംഹൂദി ഇമാം പ്രത്യേകം പറയുന്നുണ്ട്, പിശാചിന് റസൂലാണ് എന്ന് വ്യാജം പറയാൻ കഴിയില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹം സ്വപ്നം കണ്ടത് ആരാണ് റസൂലാണ് എന്ന് പറഞ്ഞു വരുന്ന പലരെയും അദ്ദേഹം സ്വപ്നം കാണുന്നു. അപ്പോൾ റസൂലാണെന്ന് കളവ് പറയാൻ പിശാചിന് കഴിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തിരുത്തിക്കൊണ്ടാണ് ആ കിതാബ് തന്നെ രചിച്ചത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, വലാ ഇബ്റത ബിഖൗലിൽ മർഇ അനൻ നബിയ്യു, ഞാൻ നബിയാണെന്ന് സ്വപ്നത്തിൽ വന്ന ഒരാൾ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അത് പരിഗണിക്കാൻ കഴിയില്ല എന്ന് ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇനി നോക്കൂ, ഫൈദുൽ ഖദീർ അബ്ദുർ റഊഫുൽ മുനാവി റളിയല്ലാഹു അൻഹുവിന്റെ ഫൈദുൽ ഖദീറിൽ ബഹുമാനപ്പെട്ടവര് വളരെ കൃത്യമായി വിശദീകരിക്കുകയാണ്. ഫായിദത്തുൻ, വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, സുഇല ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം, അൻ റജുലിൻ, ഒരു മനുഷ്യനെ കുറിച്ച്. എന്താണ് അദ്ദേഹം? സഅമ, അദ്ദേഹം വാദിക്കുന്നത് അന്നഹു റഅൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹം സ്വപ്നം കണ്ടു എന്ന് വാദിക്കുന്ന ഒരാളെ സംബന്ധിച്ചാണ് ചോദ്യം. എന്നിട്ട് അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വപ്നത്തിൽ പറഞ്ഞു, മുർ ഉമ്മത്തി ബിസിയാമി സലാസതി അയ്യാം വഅൻ യുഈദു ബഅദഹാ വയഖ്തുബു ഫഹൽ യജിബു സ്വൗമു ഔ യൻദുബു ഔ യജൂസു ഔ യഹ്റുമു. എന്നിട്ട് അദ്ദേഹം എന്താ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, എൻ്റെ ഉമ്മത്തിനോട് 3 ദിവസം നോമ്പനുഷ്ഠിക്കാൻ നിങ്ങൾ കൽപ്പിക്കണം. എന്നിട്ട് ചോദ്യം എന്താണ്? അങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിന്, ഉമ്മത്തുകൾക്ക് 3 ദിവസം നോമ്പെടുക്കൽ നിർബന്ധമാണോ? അതല്ല സുന്നത്താണോ? അതല്ല അനുവദനീയമാണോ? അതല്ല ഹറാമാണോ? ഏതാണ് അവിടുത്തെ ഹുക്മ് എന്നാണ് ചോദ്യം. എന്നിട്ട് വീണ്ടും വഹൽ യുക്റഹു അൻ യഖൂല അഹദുൽ ലിന്നാസി അമറകുമുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസിയാമി അയ്യാമിൻ ലിഅന്നഹു കദിബ അലൈഹി വമുസ്തനിദുഹു റുയല്ലതി സമിഅഹാ മിൻ ഗൈരി റായിഹാ ഔ മിൻഹു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞ് ജനങ്ങളോട് ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ലേ. കാരണം അദ്ദേഹത്തിൻ്റെ തെളിവെന്താണ്? മാനദണ്ഡം എന്താണ്? അദ്ദേഹം കണ്ട സ്വപ്നം മാത്രമാണ്. വഹൽ യംതനിഉ അൻ യതസമ്മ ഇബ്ലീസു ബിസ്മിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ വയഖൂലു ലിന്നാഇമി ഇന്നഹു നബിയ്യു. വളരെ കൃത്യമാണ്. മൂന്നാമത്തെ ചോദ്യം എന്താണ്? പിശാച് ഞാൻ റസൂലാണ് എന്ന് വ്യാജം പറഞ്ഞ്, കളവ് പറഞ്ഞ് പിശാച് വരിക എന്നത് സാധ്യമാണോ? അത് അസംഭവ്യമായ കാര്യമാണോ? പിശാച് അങ്ങനെ വരാൻ പിശാചിന് കഴിയുമോ? എന്നിട്ട് വയഅ്മുറുഹു ബിത്വാഅത്തിൻ ലിയതവസ്സല ബിദാലിക ഇലാ മഅസിയത്തിൻ. അതുപോലെ പിശാച് റസൂലാണ് എന്ന് പറഞ്ഞു വന്ന് ജനങ്ങളോട് ചില കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു, അതിലൂടെ അവരെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ. അത് പിശാചിന് കഴിയുമോ? കമാ യംതനിഉ അലൈഹി തശക്കുലു ഫീ സൂറത്തിഹി ശരീഫത്തി, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ രൂപത്തിൽ വരാൻ പിശാചിന് സാധിക്കില്ലല്ലോ. അപ്രകാരം റസൂലുള്ളാഹിന്റെ രൂപത്തിലൊന്നും പ്രാപിക്കാതെ വെറുതെ പിശാച് മറ്റാരുടെയെങ്കിലും രൂപത്തിൽ വന്ന് ഞാൻ റസൂലാണ് എന്ന് പറയാനും പിശാചിന് കഴിയില്ലേ? അല്ലെങ്കിൽ കഴിയുമോ എന്നാണ് ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുന്നത്. ആ സമയത്ത് മഹാനവറുകളുടെ മറുപടി ഫഅജാബ, മഹാനവറുകൾ പറയുന്ന മറുപടി എന്താണ്? ലാ യജിബു അലാ അഹദിൻ അസ്സൗമു വലാ ഗൈറുഹു
ولا غيره من الأحكام بما ذكر ولا مندوب بل قد يكره ويحرم لكن إن غلب على الظن صدق الرؤية فله العمل بما دلت عليه ما لم يكن فيه تعير حكم شرعي. ബഹുമാനപ്പെട്ടവരുടെ മറുപടി, അങ്ങനെ സ്വപ്നത്തിൽ വന്ന് കിട്ടിയ നിർദ്ദേശപ്രകാരം ചെയ്യൽ പ്രത്യേകം സുന്നത്തില്ല, നിർബന്ധവുമില്ല എന്നല്ല, ചിലപ്പോൾ കറാഹത്ത് വരെ ആയേക്കാം എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഈ കാണുന്നവൻ കണ്ട സ്വപ്നം ശരി തന്നെയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തന്നെ അമല് ചെയ്യാം, വേറൊരാൾക്ക് അത് ബാധകമല്ല എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, അദ്ദേഹത്തിന് തന്നെയും അമല് ചെയ്യണമെങ്കിൽ അത് ശരീഅത്തിന്റെ ഹുക്കുമുകൾക്ക് എതിരായി വരാത്തതായിരിക്കണം. ശരീഅത്തിന്റെ ഹുക്കുമ് നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. അതിന് എതിരായിട്ട് സ്വപ്നത്തിൽ ആര് തന്നെ വന്ന് പറഞ്ഞാലും, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാർത്ഥത്തിൽ കണ്ട സ്വപ്നത്തിലാണെങ്കിൽ പോലും നിലവിലുള്ള ശരീഅത്തിനെതിരെ ഉള്ള നിർദ്ദേശമാണെങ്കിൽ സ്വീകരിക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറയാണ്. എന്നിട്ട് ഫലഹുൽ വലാ യസ്ബിതു ബിഹാ ശൈഉം മിനൽ അഹ്കാമി, സ്വപ്നത്തിൽ നിർദ്ദേശം കിട്ടി എന്നതുകൊണ്ട് ഒരു ഹുക്കുമും ഒരു നിയമവും ഇവിടെ സ്ഥാപിക്കപ്പെടാൻ കഴിയില്ല. ലിഅദമി ളബ്തിർ റുഅയതി, അത് സ്വപ്നത്തിലുള്ള നിർദ്ദേശങ്ങൾക്ക് ഒരു കൃത്യമായ ളബ്തില്ലാത്തത് കൊണ്ടാണ്. അല്ലാതെ ലാ ലിശക്കി ഫിർ റുഅയതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ അത് റസൂലുള്ളാഹി തങ്ങൾ തന്നെയാണ്, ആ കണ്ടത് റസൂലാണ് എന്നതിൽ സംശയമില്ല. പക്ഷേ ആ സ്വപ്നത്തിൽ കിട്ടുന്ന നിർദ്ദേശം ഒരു പക്ഷേ നീ കേട്ടിടത്ത് പിഴച്ചതാകാം, അല്ലെങ്കിൽ പിശാച് നിനക്ക് വ്യാജമായി കേൾപ്പിച്ചതാകാം എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, വയഹറമു അല ശഖ്സി അൻ യഖൂല അമറകും നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികദാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നതുപോലെ കൽപ്പിച്ചിട്ടുണ്ടെന്ന് വ്യാജമായി പറയൽ ഹറാമാണ്. ഫീമാ ദുക്റ ബൽ യഅതി ബിമാ യദുല്ലു അലാ മുസ്തനദിഹി മിനർ റുഅയതി. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, അങ്ങനെ സ്വപ്നത്തിൽ ശരീഅത്തിന് വിരുദ്ധമായ വല്ല നിർദ്ദേശവും കിട്ടി എന്ന അർത്ഥത്തിൽ സമൂഹത്തോട് വന്ന് പറയാൻ പറ്റില്ല. എന്താ കാരണം എന്നറിയാമോ? ഇതിലാ യംതനിഉ അഖലൻ അൻ യതസമ്മാ ഇബ്ലീസു ബിസ്മിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലിയഖൂല ലിന്നാഇമി ഇന്നഹു നബിയ്യു, ഞാൻ നബിയാണ് എന്ന് വ്യാജം പറഞ്ഞു വരാൻ പിശാചിന് കഴിയുമെന്നത് തന്നെയാണ് അതിൻ്റെ കാരണം. പിശാച് അങ്ങനെ വന്ന് പറയും, മറ്റാരുടെയെങ്കിലും രൂപത്തിൽ വന്ന് ഞാൻ റസൂലാണ് എന്ന് കളവ് പറയാൻ ശൈത്വാന് കഴിയും, അവനങ്ങനെ വന്ന് പറയും. അതുകൊണ്ട് തന്നെ ശരീഅത്തിന് വിരുദ്ധമായ ഒരു കാര്യം സ്വപ്നത്തിൽ വന്നുകൊണ്ട് ആര് നിർദ്ദേശിച്ചാലും അത് സ്വീകരിക്കാൻ പറ്റില്ല. വയഅ്മുറുഹു ബിത്വാഅത്തി, അവനെ ആ പിശാച്ചിന്റെ അവന്റെ നിർദ്ദേശം സ്വീകരിക്കാൻ ഈ വഴി അവൻ തെരഞ്ഞെടുക്കും. റസൂലാണെന്ന് കളവ് പറഞ്ഞ് ആളുകളെ പറ്റിക്കാൻ പിശാച്ച് ശ്രമിക്കും എന്ന് ബഹുമാനപ്പെട്ട സക്കരിയ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിനോടുള്ള ചോദ്യത്തിന് ബഹുമാനപ്പെട്ടവർ വളരെ കൃത്യമായിട്ട് മറുപടി പറയുകയാണ്. ഫൈദുൽ ഖദീറിൽ ഇമാം അബ്ദുർ റഊഫുൽ മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. ഇതാണ് സർവ്വ ഇമാമുകളും പറഞ്ഞത്, അത് തന്നെയാണ് കാലങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. സ്വപ്നത്തിൽ ഒരാൾ വന്ന് ഞാൻ റസൂലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആ സ്വപ്നം പരിഗണിക്കാൻ പറ്റില്ല എന്ന് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇമാമുകൾ വളരെ കൃത്യമായി അവരുടെ കിതാബുകളിൽ വിശദീകരിച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ ആ ഇമാമുകളൊന്നും പറയാത്ത ആശയം എന്നല്ല അവർ വിശദീകരിച്ചതിന് ഘടകവിരുദ്ധമായ പുത്തൻവാദം ഇവിടെ കൊണ്ടുവന്ന് വിളമ്പിയാൽ, അതിങ്ങനെ പുട്ടിന് തേങ്ങടുന്നത് പോലെ ആവർത്തിച്ചാൽ സമൂഹം വിശ്വസിച്ച് നിങ്ങളുടെ വഞ്ചനയിൽ അവർ വീണുപോകുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിൽ തന്നെയാണ് എന്ന് നൗഷാദിനെ ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്.